അപ്പോൾ ഗായ്സ് പായും തലോണിയും കൊട്ടയും ചട്ടിയും വട്ടിയൊക്കെ എടുത്തിട്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കരുതിയിട്ട് വന്നോളാം, ചിലപ്പോൾ അഡ്മിറ്റ് ആക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അത് കാരണമാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞ ദിവസമാണ്. ഇന്ന് അഡ്മിറ്റ് ആക്കുമെന്ന് അറിയില്ല, അന്ന് ചെന്നിട്ട് നോക്കിയിട്ട് വിവരം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് ഇല്ലാത്തൊരു മഹാനുണ്ട്, മൂപ്പരാൾ ഇന്ന് തന്നെ അഡ്മിറ്റ് ആക്കും, ഇന്ന് തന്നെ ഞാൻ പ്രസവിച്ചിട്ടാണ് ഇരിക്കണത്. പാവം പോയാ അറിയാം. പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാട്ടോ. ഫോണിക്ക് ഇപ്പൊ നോക്കാൻ പറ്റില്ല, ഛർദിക്കാൻ പറ്റും. ഷാളൊന്നും ഇട്ടിട്ടില്ല ഞാൻ. അങ്ങനെ ഡോക്ടറെയും കാത്ത് ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ മക്കളെ, അൺസഹിക്കബിൾ. അതിൻ്റെ ഇടയിൽ ഐഷു ഹലോ ഗേയ്സ് എന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആക്കിയില്ല, ഞങ്ങളല്ല ഇന്ന് അഡ്മിറ്റ് ആക്കിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളോട് 1-ാം തീയതി വരാനാണ് പറഞ്ഞിരിക്കണത്. 1-ാം തീയതി എന്തായാലും അഡ്മിറ്റ് ആക്കും, എന്നിട്ട് 2-ാം തീയതി ഡെലിവറി കഴിയും. 2-ാം തീയതി നമ്മളെ കുഞ്ഞുവാവ വരും കേട്ടോ ഇൻഷാ അല്ലാ. വിശന്ന് കുടൽ കഴിഞ്ഞപ്പോൾ ഫുഡ് അടിക്കാൻ കയറിയതാട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഡോക്ടറെ കാട്ടി, പക്ഷെ ഇന്ന് അഡ്മിറ്റ് ആക്കിയില്ല. 1-ാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിരിക്കണത്. പിന്നെ എന്താ പറയുക, വെറുതെ പെട്ടിയും കെട്ടൊക്കെ രാവിലെ എടുത്ത് വ്ളോഗൊക്കെ എടുത്ത് ഇന്ന് പ്രസവിക്കും വിചാരിച്ചു. ഒരാളെ എന്നെ പ്രസവിപ്പിക്കും പറഞ്ഞിട്ട് പെട്ടിയും ചട്ടിയൊക്കെ എടുത്തിട്ട് പോയതാ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്ന്. എന്തായാലും ഇൻഷാ അല്ലാ 1-ാം തീയതി 2-ാം തീയതി നമ്മളെ ബേബി ലാൻഡ് ചെയ്യൂല ഇൻഷാ അല്ലാ. അത് കണ്ടാ അറിയണ്ട് വിശപ്പില്ലാന്ന്. ചിക്കൻ വേണം, ഫുള്ള് കൊടുത്തു. ചിക്കൻ വേണ്ട. അങ്ങനെ ഞങ്ങളിപ്പോൾ നിൽക്കണത് ഇതാ ഷിനുവിൻ്റെ വീടിന് മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഷെരീഫിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഷിനുവിന് തീരെ വയ്യാന്ന്. കാരണം അവൾക്ക് ടോൺസസിൻ്റെ ഒരു സംഭവമുള്ള കാരണം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നല്ല കോരിച്ചൊരിയണ മഴയത്താണ് കേട്ടോ വന്ന് നിൽക്കണത്. നാളെ പാലടപ്രഥമൻ പായസം അല്ല പാലടപ്രഥമൻ കേട്ടോ. നല്ല ചൂട് പോളി കണ്ടില്ലേ, ഇതൊക്കെ വാങ്ങി ഞങ്ങൾ ഇതാ ഗായ്സ് ഷിനുവിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് നേരെ അവളെ ഹോസ്പിറ്റലൊക്കെ അവരെ കൂടെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയേക്കാണ് അവളിനെ. തിന്നത് മാത്രം ഓർമ്മയുള്ളൂ ചങ്ങായിക്ക്. അങ്ങനെ ഞങ്ങൾ അവളെ ഹോസ്പിറ്റലിലൊക്കെ ആക്കി നേരെ വീട്ടിൽ പോവാണ് കേട്ടാ. നല്ല സന്തോഷത്തിലല്ലോ. കാരണം സന്തോഷം ഇല്ലാണ്ടിരിക്കും, ഒന്ന് അഡ്മിറ്റ് ആവും വിചാരിച്ച് പേടിച്ചിട്ടാ പോയിരുന്നത്. ഇപ്പൊ എന്തായാലും നല്ല ഹാപ്പി. ബൈ ബൈ.